നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ചേർപ്പ് കോടന്നൂരിൽ ഗുണ്ടാ കുടിപ്പകയെ തുടർന്ന് ആക്രമണം. വെട്ടേറ്റ് 2 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായ പരിക്ക്. കോടന്നൂർ സ്വദേശികളായ അയ്യപ്പദാസ്, ഉണ്ട രാജേഷ് എന്നിവരാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണിക്കിണറിൽ നിന്ന് 29 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ തിരുവാഭരണങ്ങൾ കണ്ടെത്തി. 60 ഗ്രാം തൂക്കം വരുന്ന നാഗപട താലിയാണ് കണ്ടെത്തിയത്. ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള സാധനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ. തൃശൂർ പൂരത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. പൂരത്തിനോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗം നിർമ്മിക്കുന്ന പന്തലിന് കാൽനാട്ടി. പൂരത്തിന് മദ്യനിരോധനം ഏർപ്പെടുത്താൻ തീരുമാനം. അവയവദാന പ്രക്രിയകളുടെ സർക്കാർ തല നിയമങ്ങൾ ലഘൂകരിക്കാൻ ആവശ്യമായ നടപടികളെടുക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. വൃക്കദാനമാണ് ഏറ്റവും വലിയ സേവന കർമ്മമെന്നും മന്ത്രി. ചേർപ്പ് കോടന്നൂരിൽ ഗുണ്ടാ കുടിപ്പകയെ തുടർന്ന് ആക്രമണം. 2 പേർ വെട്ടേറ്റ് മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോടന്നൂർ ആര്യമ്പാടം കാരേക്കാട്ട് മാരാത്ത് രവിയുടെ മകൻ 38 വയസ്സുള്ള അയ്യപ്പദാസ്, ചാക്യാർകടവ് തോപ്പിൽ വീട്ടിൽ രാമൻകുട്ടിയുടെ മകൻ 40 വയസ്സുള്ള ഉണ്ട രാജേഷ് എന്നിവരാണ് മരിച്ചത്. കോടന്നൂർ സ്വദേശി വലിയ വീട്ടിൽ പുല്ലൻ സിജോവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെ കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:00-ഓടെയായിരുന്നു സംഭവം. കോടന്നൂരിലെ ചായക്കടയിൽ ചായ കുടിക്കുമ്പോൾ പണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പ്രദേശത്തുള്ള 2 പേരാണ് ആക്രമണം നടത്തിയത്. വടിവാൾ, ചുറ്റിക, കത്തി എന്നിവ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. തലയ്ക്ക് വടിവാൾ കൊണ്ട് വെട്ടേറ്റ അയ്യപ്പദാസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. ഉണ്ട രാജേഷ് ആശുപത്രിയിൽ വെച്ചും മരിച്ചു. കോടന്നൂർ സെന്ററിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ആക്രമണം നടന്നത്. വെട്ടേറ്റ മൂവരും രക്തം വാർന്ന് അരമണിക്കൂറോളം റോഡിൽ കിടന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു. പിന്നീട് പത്തൻസ് ആംബുലൻസ് യൂണിറ്റും ചേർപ്പ് ആക്സും ചേർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കൊല്ലപ്പെട്ട അയ്യപ്പദാസ് അവിവാഹിതനാണ്. സ്വർണ്ണപ്പണിയാണ് ഇയാൾക്ക് ജോലി. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു അശോകൻ, വൈസ് പ്രസിഡന്റ് KV ജോൺസൺ, CPM നേതാക്കളായ KK ശ്രീനിവാസൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CB ജോസഫ് പെല്ലിശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം KV ദാസൻ, കോൺഗ്രസ് പാർലം മണ്ഡലം പ്രസിഡന്റ് K സേതുമാധവൻ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. സംഘർഷാവസ്ഥയെ തുടർന്ന് സമീപത്തെ കടകൾ അടച്ചിട്ടു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി വർഗീസ്, ചേർപ്പ് CI C സുന്ദരൻ, അന്തിക്കാട് SI തോമസ്, ചേർപ്പ് SI PP ജോയ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഭവത്തിലെ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. 29 വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും കാണാതായ ഗുരുവായൂരപ്പന്റെ 3 തിരുവാഭരണങ്ങളിൽ 1 മണിക്കിണറിൽ നിന്ന് ലഭിച്ചു. നാലമ്പലത്തിനകത്തെ പരിപാവനമായ മണിക്കിണറിലെ തീർത്ഥത്തിന് നിറവ്യത്യാസം കണ്ടതിനെ തുടർന്ന് കിണർ വറ്റിച്ച് വൃത്തിയാക്കുമ്പോഴാണ് തിരുവാഭരണം ലഭിച്ചത്. 1985 ഏപ്രിൽ 1 മേൽശാന്തി മാറ്റ സമയത്താണ് തിരുവാഭരണം നഷ്ടപ്പെട്ടത്. വലിയ ഒരു നീലക്കല്ലും 30 ചെറിയ കല്ലും പതിച്ച 96 ഗ്രാമിന്റെ ഒരു മാലയും, വലിയ ഒരു ചുവന്ന കല്ലോടുകൂടിയ 60 ഗ്രാമിന്റെ നാഗപടത്താലിയും, 45 ഗ്രാമിന്റെ മഹാലക്ഷ്മി മാലയുമാണ് നഷ്ടപ്പെട്ടിരുന്നത്. ഇതിൽ നാഗപടത്താലിയാണ് മണിക്കിണറിൽ നിന്നും കണ്ടെടുത്തത്. കൂടാതെ വലിയ തിരുവാഭരണത്തിന്റെ സ്വർണത്തിൽ കെട്ടിയ 7 ഗ്രാം തൂക്കം വരുന്ന 15 കല്ലുകളും കണ്ടെടുത്ത കൂട്ടത്തിലുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 9:00-ഓടെ ക്ഷേത്രനട അടച്ചതിനു ശേഷമാണ് കിണർ വൃത്തിയാക്കുന്നതിനുള്ള ജോലികൾ ആരംഭിച്ചത്. ഉച്ചപൂജ രാവിലെ 9-ന് മുൻപായി നിർവഹിച്ചതിനുശേഷം ഭക്തരെ ക്ഷേത്രത്തിന് പുറത്താക്കി ഗോപുരവാതിലുകൾ അടച്ച് 9:30-ഓടെ വെള്ളം വറ്റിക്കാൻ തുടങ്ങി. 11 മണിയോടെ വെള്ളം പൂർണ്ണമായി വറ്റിച്ചു. തുടർന്ന് കിണറിലുണ്ടായിരുന്ന സാളഗ്രാമങ്ങളും ചെറുവിഗ്രഹങ്ങളും പുറത്തെടുത്ത് ചെളി കോരാനാരംഭിച്ചു. നാലമ്പലത്തിനകത്ത് കോരിയിട്ട ചെളി അരിച്ചെടുക്കുമ്പോൾ 11:15-ഓടെയാണ് തിരുവാഭരണം ലഭിക്കുന്നത്. ദേവസ്വം അധികൃതർ സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ടുവന്ന് ലഭിച്ച ആഭരണം സ്വർണമാണെന്ന് ഉറപ്പാക്കുകയും 60 ഗ്രാമുണ്ടെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു. 1985-ലെ മേൽശാന്തിയായിരുന്ന കക്കാട് ദാമോദരൻ നമ്പൂതിരി മാർച്ച് 31-ന് സ്ഥാനം ഒഴിഞ്ഞതിനുശേഷം ഏപ്രിൽ 1-ന് തീയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ചുമതലയേൽക്കുന്ന സമയത്ത് ക്ഷേത്ര സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോഴാണ് 3 തിരുവാഭരണങ്ങൾ കുറവ് കണ്ടത്. ഈ സംഭവം അന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് ഈ കേസ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു. കേസിന് യാതൊരു തുമ്പും ലഭിക്കാത്തതിനെ തുടർന്ന് 1996-ൽ കേസ് തള്ളിക്കളയുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് കേസിലെ 1-ാം പ്രതിയായ മേൽശാന്തി കക്കാട് ദാമോദരൻ നമ്പൂതിരിയെയും
മകൻ ദേവദാസ് നമ്പൂതിരിയെയും ക്ഷേത്രപ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയും ദേവസ്വം 50,000 രൂപ ഈടാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കോടതി ഇടപെട്ട് വിലക്ക് നീക്കി. തിരുവാഭരണം നഷ്ടപ്പെട്ട സമയത്ത് തന്നെ ഇവ മണിക്കിണറിലുണ്ടെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. അക്കാലയളവിൽ മണിക്കിണറിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും ലഭിച്ചിരുന്നില്ല. 23 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാർച്ചിൽ മണിക്കിണർ വറ്റിച്ച് വൃത്തിയാക്കിയിരുന്നുവെങ്കിലും മോട്ടോർ കേടായതിനെ തുടർന്ന് ചെളി മുഴുവൻ നീക്കം ചെയ്യാൻ കഴിയാത്തതിനാൽ ജോലികൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. മണിക്കിണറിലെ തീർത്ഥത്തിന് നിറവ്യത്യാസമുണ്ടെന്നും കിണർ വൃത്തിയാക്കണമെന്നുമുള്ള തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ വർഷം മണിക്കിണർ വൃത്തിയാക്കിയെങ്കിലും തീർത്ഥത്തിന് നിറവ്യത്യാസം കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും വൃത്തിയാക്കിയതും തിരുവാഭരണം ലഭിക്കുന്നതിന് ഇടയായതും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള സാധനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ടി.വി. ചന്ദ്രമോഹൻ പറഞ്ഞു. മണിക്കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ തിരുവാഭരണം കണ്ടെത്തിയ സാഹചര്യത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ചെയർമാൻ ഇക്കാര്യം അറിയിച്ചത്. മണിക്കിണറിൽ നിന്ന് ലഭിച്ച ആഭരണം തിരുവാഭരണം തന്നെയാണോ എന്ന് പെട്ടെന്ന് സ്ഥിരീകരിക്കാനാകാത്ത അവസ്ഥയാണുള്ളത്. തിരുവാഭരണം ക്ഷേത്രത്തിലേക്ക് വഴിപാട് നൽകിയ ചെർപ്പുളശ്ശേരി സ്വദേശിനി കുഞ്ഞിലക്ഷ്മിയമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ മണിക്കിണറിൽ നിന്ന് ലഭിച്ച ആഭരണം യഥാർത്ഥ തിരുവാഭരണം തന്നെയാണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ല. തിരുവാഭരണത്തിന്റെ സ്റ്റോക്ക് രജിസ്റ്ററും മറ്റു രേഖകളും കേസുണ്ടായിരുന്ന സമയത്ത് കോടതി കൈവശം വെച്ചിരിക്കുകയാണ്. ഈ രേഖകൾ തിരികെ ലഭിച്ചതിനു ശേഷം മാത്രമേ ഇത് ശരിയായ തിരുവാഭരണമാണോ എന്ന് ഉറപ്പിക്കാനാകൂ. എന്നാൽ നഷ്ടപ്പെട്ട തിരുവാഭരണത്തിന്റെ രൂപവും തൂക്കവും മണിക്കിണറിൽ നിന്ന് ലഭിച്ച ആഭരണത്തിനുണ്ട്. ഇത്തരം സാഹചര്യം കണക്കിലെടുത്താണ് ക്ഷേത്രത്തിൽ നിലവിലുള്ള സാധനങ്ങളുടെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചന്ദ്രമോഹൻ പറഞ്ഞു. ഫോട്ടോയ്ക്ക് പുറമെ പ്രത്യേക രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. മണിക്കിണറിൽ നിന്ന് ലഭിച്ച ആഭരണം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ സൂക്ഷിക്കും. തിരുവാഭരണം നഷ്ടപ്പെട്ട സംഭവത്തെക്കുറിച്ചുള്ള കേസ് 18 വർഷം മുൻപ് അവസാനിപ്പിച്ച സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നില്ല. കേസ് സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് കോടതിയും പോലീസുമാണ് തീരുമാനം എടുക്കേണ്ടത് എന്നും ചന്ദ്രമോഹൻ പറഞ്ഞു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ അനിൽ തറനിലം, അഡ്വക്കേറ്റ് എ സുരേശൻ, കെ ശിവശങ്കരൻ, അഡ്വക്കേറ്റ് എം ജനാർദ്ദനൻ, അഡ്മിനിസ്ട്രേറ്റർ കെ മുരളീധരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗം മണികണ്ഠനാലിൽ നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. മേൽക്കാവ് മേൽശാന്തി കാരേക്കാട് രാമൻ നമ്പൂതിരി ഭൂമിപൂജ നടത്തി. തട്ടകക്കാരാണ് കാൽനാട്ട് കർമ്മം നടത്തിയത്. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് കെ മനോഹരൻ, സെക്രട്ടറി രാമചന്ദ്ര പിഷാരടി, വൈസ് പ്രസിഡന്റ് ശശി, ജോയിന്റ് സെക്രട്ടറി രവീന്ദ്രനാഥ്, വടക്കുനാഥ് ദേവസ്വം മാനേജർ ഉഷാകുമാരി, പന്തൽ കൺവീനർമാരായ ടി ബൈജു, എം രമേശ്, മറ്റ് ദേവസ്വം ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കാനാട്ടുകര KV ദാസനാണ് തുടർച്ചയായി 3ാം വർഷവും പന്തൽ നിർമ്മിക്കുന്നത്. തിരുവമ്പാടി വിഭാഗവും നടുവിലാലിലും നായ്ക്കനാലിലും നിർമ്മിക്കുന്ന പന്തലുകളുടെ കാൽനാട്ട് കർമ്മം ഞായറാഴ്ച രാവിലെ 7-ന് നടക്കും. ഇടവേള. വാർത്തകളിലേക്ക്. തൃശൂർ പൂരത്തിന് മദ്യനിരോധനം ഏർപ്പെടുത്താൻ കളക്ടർ MS ജയ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ നടന്ന യോഗത്തിലാണ് ഈ തീരുമാനം. പൂര ദിവസം രാവിലെ മുതൽ പൂരപ്പിറ്റേന്നുള്ള ചടങ്ങുകൾ കഴിയുന്നതുവരെയുള്ള 2 ദിവസമാണ് മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പൂരത്തിനു മുമ്പേ നഗരത്തിലെ പൊട്ടിയ സ്ലാബുകൾ മാറ്റി കാനകൾ നന്നാക്കണമെന്നും റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. കൂടാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വെട്ടിപ്പൊളിച്ച പാലസ് റോഡ് നന്നാക്കാനും നിർദ്ദേശിച്ചു. സ്ത്രീകൾക്ക് കുടമാറ്റം കാണാൻ ബാരിക്കേഡ് കെട്ടിയുണ്ടാക്കുന്നത് സംബന്ധിച്ച് പരിശോധിച്ച് തീരുമാനമെടുക്കും. പൂരത്തിന്റെ ഭാഗമായി CCTV ക്യാമറകൾ സ്ഥാപിക്കാനും വൈദ്യസഹായത്തിനായി ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണങ്ങളോടെ മെഡിക്കൽ സംഘത്തെ നിയമിക്കാനും വെള്ളം, വെളിച്ചം, ടോയ്ലറ്റ്, പോലീസ് സുരക്ഷ എന്നിവ ഒരുക്കാനും തീരുമാനിച്ചു. അപകടകരമല്ലാത്ത രീതിയിൽ വെടിക്കെട്ട് നടത്താനും സുരക്ഷിതമായ ആന എഴുന്നള്ളിപ്പ് നടത്താനും കളക്ടർ നിർദ്ദേശിച്ചു. സാമ്പിൾ വെടിക്കെട്ട് മുതൽ നഗരത്തിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും കളക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തേർമൽ രാമകൃഷ്ണൻ MLA, ഡെപ്യൂട്ടി മേയർ PV സരോജിനി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ P പ്രകാശ്, റൂറൽ SP വിജയകുമാർ തുടങ്ങിയവരും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളും ഘടക പൂരക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. അവയവദാന പ്രക്രിയകളുടെ സർക്കാർ തല നിയമങ്ങൾ ലഘൂകരിക്കാൻ ആവശ്യമായ നടപടികളെടുക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. തൃശൂർ വെസ്റ്റ് ഫുഡ് ഹൈടെക് ആശുപത്രിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വൃക്കദാതാക്കളുടെയും സ്വീകർത്താക്കളുടെയും സംഗമം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി വൃക്കദാനം ചെയ്തവരുടെ സേവനമാണ് ഈ സമൂഹത്തിനു വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ സേവന കർമ്മമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.
PA മാധവൻ MLA അധ്യക്ഷനായിരുന്നു. മാർ അപ്രേ മെത്രാപ്പൊലീത്ത, വെസ്റ്റ് ഫുഡ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ KM മോഹൻദാസ്, ഡോക്ടർ PG ആന്റണി, ഡോക്ടർ TT പോൾ എന്നിവർ സംസാരിച്ചു. നിരവധി വൃക്കദാതാക്കളും സ്വീകർത്താക്കളും വെസ്റ്റ് ഫുഡ് നഴ്സിംഗ് വിദ്യാർത്ഥികളും സംഗമത്തിൽ പങ്കെടുത്തു. പാവർട്ടി ഗ്രാമപഞ്ചായത്തിൽ പാവർട്ടി തിരുനാൾ ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. തിരുനാളിനോടനുബന്ധിച്ച് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കേണ്ട വിവിധ ക്രമീകരണങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ഭക്ഷണപാനീയങ്ങൾ വിതരണം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കണമെന്നും പുകയില, പാൻ മസാല നിരോധനം കർശനമായി നടപ്പിലാക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. എക്സൈസ് വകുപ്പിന്റെ പെട്രോളിംഗ് ശക്തമാക്കുക, മത്സ്യമാംസ വിൽപ്പനയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും വില നിയന്ത്രിക്കുകയും ചെയ്യുക, പൊതുകാനകൾ വൃത്തിയാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉണ്ടായി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ ഡോക്ടർ ശ്രീകാന്ത് KS രാമൻ, എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരായ TS ജിഞ്ചു, OJ രാജീവ്, ജനപ്രതിനിധികളായ NJ ലിയോ, ഫ്രാൻസിസ് പുത്തൂർ, ഷാബിന സലിം, സെക്രട്ടറി മുഹമ്മദ് ബഷീർ, പള്ളി കമ്മിറ്റി പ്രതിനിധികളായ TJ ചെറിയാൻ, TV ദേവസി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ആരോഗ്യത്തിന് അത്ര ഗുണകരമല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മാധ്യമങ്ങളിൽ നിന്ന് കയ്യകലം പാലിക്കുന്നതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആണ്ടുവട്ടത്തിലെ ആഴ്ചപ്പുറങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിമർശനങ്ങൾ ഒരു പരിധിവരെ നല്ലതാണ്. സ്വയം തിരുത്താനുള്ള അവസരങ്ങളാണ് അവ. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനും നല്ല വിമർശനങ്ങൾക്ക് സാധിക്കുമെന്നും ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. സത്സംഗ് അംഗമായ ജോജു തേക്കാനത്തിന്റെ രചനകളുടെ സമാഹാരമാണ് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചത്. മാധ്യമപ്രവർത്തകനായ ഡേവിസ് കണ്ണനാക്കൽ പുസ്തകം പരിചയപ്പെടുത്തി. VS സുനിൽകുമാർ MLA ആദ്യ പ്രതി ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് എറമിൽ രാമകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണവും സത്സംഗ് രക്ഷാധികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. തൃശൂർ ദൂരദർശൻ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ CK തോമസ്, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് VM രാധാകൃഷ്ണൻ, KPCC സെക്രട്ടറി MR രാമദാസ്, ജൂബിലി മിഷൻ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, പ്രൊഫസർ M മാധവൻകുട്ടി, സോളി തോമസ്, ഫാദർ സുനിൽ ചിരിയങ്കണ്ടത്ത് എന്നിവർ പങ്കെടുത്തു. പ്രസംഗം ആരുടെയും പാണ്ഡിത്യം തുറന്നു കാണിക്കാനുള്ള വേദിയല്ല എന്നും ആശയം കേൾവിക്കാരിൽ ഫലപ്രദമായി എത്തിക്കലാണെന്നും തൃശൂർ റേഞ്ച് IG S ഗോപിനാഥ് പറഞ്ഞു. ഡോക്ടർ സുകുമാർ അഴീക്കോട് ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഖില കേരള പ്രസംഗ മത്സരത്തിന്റെ തൃശൂർ മേഖലാ മത്സരം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യത്യസ്തമായ ശൈലിയിൽ കൂടിയും ശബ്ദത്തിൽ കൂടിയും ശരീരഭാഷയിലൂടെയും അനീതികളെ എതിർത്ത് തന്റെ പ്രസംഗം വഴി ആളുകളെ ആകർഷിച്ച വ്യക്തിയായിരുന്നു അഴീക്കോട്. പ്രാസംഗികർ അഴീക്കോടിനെ മാതൃകയാക്കണം. കൂടുതൽ ആളുകളെ പ്രഭാഷണ കലയിലേക്ക് കൊണ്ടുവരണമെന്നും IG കൂട്ടിച്ചേർത്തു. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ അധ്യക്ഷനായിരുന്നു. തൃശൂർ വിവേകോദയം സ്കൂൾ പ്രിൻസിപ്പൽ N രാജഗോപാൽ, ശിവജി ഗുരുവായൂർ, പ്രൊഫസർ M മുരളീധരൻ, മോൻസി വർഗീസ്, K രാജൻ, PI സുരേഷ് എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് സർവകലാശാല വെള്ളിയാഴ്ച നടത്തിയ 2ാം സെമസ്റ്റർ BA ഇംഗ്ലീഷ് പരീക്ഷയിൽ പഴയ സിലബസിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതായി പരാതി. പുതിയ സിലബസിന് പകരം 2011 സിലബസിലുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്. വിദ്യാർത്ഥികൾ കാലിക്കറ്റ് സർവകലാശാല പരീക്ഷാ കൺട്രോളർക്കും വൈസ് ചാൻസലർക്കും പരാതി നൽകി. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി പള്ളി വികാരി 9 വയസ്സുകാരിയെ പീഡിപ്പിച്ചതായി പരാതി. പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈദികനെതിരെ ഒല്ലൂർ പോലീസ് കേസെടുത്തു. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഏപ്രിൽ 8, 11, 24 തീയതികളിലായി പെൺകുട്ടിയെ വൈദികന്റെ മുറിയിൽ വിളിച്ചു വരുത്തിയ ശേഷമാണ് പീഡിപ്പിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. ഇതേസമയം ആരോപണ വിധേയനായ ഫാദർ രാജു കോക്കനെ വികാരി സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തതായി അതിരൂപത അധികൃതർ അറിയിച്ചു. ആരോപണത്തിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിനു ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഒല്ലൂർ ഫെറോന വികാരിക്ക് തൈക്കാട്ടുശ്ശേരി ഇടവകയുടെ ചുമതല നൽകി. തൃശൂർ കിഴക്കേക്കോട്ടയിലെ അനധികൃത കയ്യേറ്റങ്ങൾ കോർപ്പറേഷൻ അധികൃതർ പൊളിച്ചു നീക്കി തുടങ്ങി. കിഴക്കേക്കോട്ട ജംഗ്ഷനിലെ പുറമ്പോക്കിലെ കയ്യേറ്റങ്ങളാണ് ആദ്യം ഒഴിപ്പിക്കുന്നത്. തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങൾ കയ്യേറിയിട്ടുള്ള കോർപ്പറേഷന്റെ സ്ഥലങ്ങളും ഒഴിപ്പിച്ചെടുക്കും. മേയർ രാജൻ പല്ലൻ, കൌൺസിലർ ബൈജു വർഗീസ്, ലിനി ഹാപ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി. അതേസമയം കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കുന്നതിനെതിരെ കെട്ടിട ഉടമകൾ രംഗത്തെത്തിയത് നേരിയ തോതിൽ തർക്കത്തിന് ഇടയാക്കി.
അന്തിക്കാട് അരിമ്പൂർ പല്ലൻ കുര്യപ്പന്റെ മകളും പുലിക്കോട്ടിൽ പരേതനായ ജെബ്സന്റെ ഭാര്യയുമായ ഡെയ്സി മുംബൈയിൽ നിര്യാതയായി. 43 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച മുംബൈയിൽ നടക്കും. TCV ന്യൂസ് എഡിറ്റർ ജോണി അന്തിക്കാടിന്റെ സഹോദരിയാണ് മരിച്ച ഡെയ്സി. പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശൂർ പൂരം മെയ് 9-ന്. പൂരത്തിന് നാടൊരുങ്ങുമ്പോൾ പൂരവിശേഷങ്ങൾ TCVയും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ പൂരവുമായി ബന്ധപ്പെട്ട വാർത്തകളും റിപ്പോർട്ടുകളും TCVയിൽ കൂടി കാണാം. പൂരവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും ഒരുക്കങ്ങളും പ്രമുഖരുടെ പൂരാനുഭവങ്ങളും വാർത്തകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തൃശൂർ പൂരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്, ഭീമ ജ്വല്ലേഴ്സ്, മംഗല്യ സുരക്ഷ, സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. ന്യൂ ഇയർ കുറീസ്, ഏത് പ്രാർത്ഥനയും ഫലിക്കും. സ്വാദ് B2B ആട്ട, സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. എയ്സ് കമ്പ്യൂട്ടേഴ്സ്. പൂരത്തിന്റെ മങ്ങാത്ത ഓർമ്മകളുമായി ഓർമ്മപ്പൂരം. പൂരങ്ങളുടെ പൂരമെന്ന് അറിയപ്പെടുന്ന പൂരമാണ് തൃശൂർ പൂരം. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ 200 വർഷം മുമ്പാണ് പൂരം ചിട്ടപ്പെടുത്തിയത്. 2 നൂറ്റാണ്ട് മുൻപ് ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രശസ്തം. അന്ന് ആറാട്ടുപുഴ പൂരത്തിന് പല ദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ഘോഷയാത്രകൾ എത്തുമായിരുന്നു. എല്ലാ ദേവീദേവന്മാരും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് വിശ്വാസം. ഒരു തവണ പൂരത്തിന് ശക്തമായ കാറ്റുമഴയും കാരണം പാറമേക്കാവ്, തിരുവമ്പാടി ഉൾപ്പെടെ ഏതാനും ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാർക്ക് ആറാട്ടുപുഴയിൽ എത്താൻ സാധിച്ചില്ല. പൂരത്തിനെത്താതിരുന്നതുകൊണ്ട് ഈ സംഘങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചെന്ന് പറയപ്പെടുന്നു. ഭ്രഷ്ടിൽ കോപിഷ്ഠനായ ശക്തൻ തമ്പുരാൻ വടക്കുംനാഥനെ ആസ്ഥാനമാക്കി അടുത്ത പൂരം നാളിൽ പുതിയൊരു പൂരം ആരംഭിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2 നൂറ്റാണ്ട് മുൻപ് ആദ്യ തൃശൂർ പൂരം നടന്നു. പൂരത്തിന്റെ പ്രധാന പങ്കാളികൾ പ്രധാന ക്ഷേത്രങ്ങളായ പാറമേക്കാവും തിരുവമ്പാടിയുമായി. കാലക്രമേണ തൃശൂർ പൂരം ആറാട്ടുപുഴ പൂരത്തേക്കാൾ പ്രശസ്തവുമായി. പൂരത്തിന്റെ ഒരുക്കങ്ങളുമായി അണിയറ. പൂരത്തിന്റെ പുരുഷാരം എന്ന പ്രയോഗം ഇത്തവണ തിരുത്തി കുറിക്കേണ്ടി വന്നേക്കാം. തൃശൂർ പൂരത്തിന്റെ ഏറ്റവും ആകർഷക ഇനമായ കുടമാറ്റം കാണാൻ സ്ത്രീകൾക്ക് പൂരപ്പറമ്പിൽ പ്രത്യേക വേദി സജ്ജമാക്കാനുള്ള നീക്കമാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പന്തൽ നിർമ്മാണം ആരംഭിച്ചതോടെ പൂരങ്ങളുടെ പൂരത്തിനായുള്ള ഒരുക്കങ്ങൾ നഗരത്തിൽ സജീവമായിരിക്കുകയാണ്. പാറമേക്കാവിന്റെ മണികണ്ഠനാൽ പന്തലിന്റെ നിർമ്മാണത്തിനാണ് തുടക്കമായിട്ടുള്ളത്. തിരുവമ്പാടിയുടെ നടുവിലാൽ നായ്ക്കനാൽ പന്തലുകളുടെ കാൽനാട്ടുകർമ്മം 27 ആരംഭിക്കുന്നതോടെ പൂരത്തിന്റെ വരവറിയിക്കുന്ന അലങ്കാര ഗോപുര നിർമ്മാണം തകൃതിയാകും. പതിവിൽ നിന്നും വ്യത്യസ്തമായി സ്ത്രീകൾക്ക് പൂരം ആസ്വദിക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള നീക്കമാണ് ഇത്തവണത്തെ സവിശേഷതകളിലൊന്ന്. പൂരനഗരി പുരുഷസാഗരമാകുമ്പോൾ പൂരത്തിന്റെ സ്ത്രീപക്ഷ കാഴ്ചകൾക്ക് ഏറെയൊന്നും പ്രസക്തി ഉണ്ടാകാറില്ല. തിക്കിലും തിരക്കിലും പെടാതെ ഏതെങ്കിലും കെട്ടിടങ്ങളുടെ മുകളിലോ മറ്റോ നിന്ന് പൂരം ആസ്വദിച്ച് തൃപ്തിപ്പെടേണ്ട അവസ്ഥയാണ് മിക്കപ്പോഴും ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത്തവണ തെക്കേനടയിൽ സ്ത്രീകൾക്കായി ബാരിക്കേഡ് കെട്ടിത്തിരിച്ച പ്രത്യേക സജ്ജീകരണം ഒരുക്കാനാണ് അണിയറയിൽ നീക്കം നടക്കുന്നത്. വിദേശികൾക്കായി പ്രത്യേകം ഉയർത്തിക്കെട്ടുന്ന പവലിയൻ ഒഴിവാക്കി ആ സ്ഥാനത്ത് വിദേശികൾക്കും സ്ത്രീകൾക്കുമായി ബാരിക്കേഡ് കെട്ടിത്തിരിച്ച വേദി ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. വിദേശികൾക്കായുള്ള പവലിയൻ പൂരത്തിന്റെ കാഴ്ചയെ തടസ്സപ്പെടുത്തുമെന്നും ഏതാനും ടൂർ ഓപ്പറേറ്റർമാർക്ക് വേണ്ടിയാണ് ഇത്തരം സംവിധാനമെന്നുമാണ് ആക്ഷേപം. സ്ത്രീകൾക്കും വിദേശികൾക്കും പ്രത്യേകം സ്ഥലം ബാരിക്കേഡ് കെട്ടിത്തിരിച്ച് പോലീസ് സുരക്ഷയോടെ പുതിയ ക്രമീകരണം ഏർപ്പെടുത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും പൂരം സംഘാടകരുടെയും നീക്കം. ആദ്യമായാണ് കുടമാറ്റം കാണുന്നതിന് സ്ത്രീകൾക്കായി ഇത്തരമൊരു സൗകര്യം ഒരുക്കുന്നത്. പൂരം കാണാനായി കുടുംബസമേതം ചേക്കേറുന്ന പല കെട്ടിടങ്ങളും സുരക്ഷിതമല്ലെന്ന വിലയിരുത്തലും ഇത്തരമൊരു നീക്കത്തിനു പിന്നിലുണ്ട്. പൂരത്തിന് മാലോകരെ പൂരക്കാഴ്ചകൾ കൊണ്ട് വിരുന്നൂട്ടി പകൽപൂരം ആസ്വദിച്ച് തൃപ്തിപ്പെടേണ്ട അവസ്ഥയ്ക്ക് ഇത്തവണ പാഠഭേദമാകുമെന്നാണ് പ്രതീക്ഷ. സാമ്പിളിനും പകൽപൂരത്തിനുമെന്ന പോലെ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹര കാഴ്ചയെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച കുടമാറ്റത്തിന് ആരവങ്ങളുമായി വളയിട്ട കൈകൾ പൂരപ്പറമ്പിലുണ്ടാകുമോ എന്ന കാത്തിരിപ്പ്
ഇത്തവണത്തെ പൂരക്കാലത്തെ വേറിട്ടതാക്കും. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ പൂരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്, ഭീമ ജ്വല്ലേഴ്സ്, മംഗല്യ സുരക്ഷ, സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. ന്യൂ ഇയർ കുറീസ്, ഏത് പ്രാർത്ഥനയും ഫലിക്കും. സ്വാദ് B2B ആട്ട, സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. എയ്സ് കമ്പ്യൂട്ടേഴ്സ്. ഭൂഗർഭ ജലവകുപ്പ് പൊയ്യ പഞ്ചായത്തിൽ കുഴിച്ച കുഴൽക്കിണറുകളിൽ നിന്ന് വെള്ളം നൽകാൻ നടപടികൾ ആരംഭിച്ചു. TCV വാർത്തയെ തുടർന്ന് പഞ്ചായത്ത് അംഗങ്ങൾ നടത്തിയ ഇടപെടലാണ് ഭൂഗർഭ ജലവകുപ്പിന്റെ നടപടിക്ക് ഇടയാക്കിയത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന ഉറപ്പ് നൽകിയ കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിലാണ് പൊയ്യ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുഴൽക്കിണർ നിർമ്മിച്ചത്. അതിനുശേഷം ഇത്തവണത്തെ വേനൽ കഴിയാറായിട്ടും ആരും തിരിഞ്ഞു നോക്കാതെ അനാഥമായി കിടക്കുന്ന കുഴൽക്കിണറുകളെക്കുറിച്ച് കഴിഞ്ഞ 21-നാണ് TCV വാർത്ത നൽകിയത്. വാർത്തയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡെയ്സി തോമസ്, AP ഷൺമുഖൻ എന്നിവർ ഇടപെട്ട് ഭൂഗർഭ ജലവകുപ്പ് അധികൃതരെ വരുത്തി നടപടികൾ തുടങ്ങി. കിണർ കുഴിച്ച സ്ഥലങ്ങളിൽ മോട്ടോർ ഷെഡ്, ജലസംഭരണി എന്നിവ നിർമ്മിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി. അടുത്ത മാസം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഭൂഗർഭ ജലവകുപ്പ് അധികൃതർ അറിയിച്ചു. ഈ ജലസംഭരണികളിൽ നിന്ന് പൊതു ടാപ്പുകളാണ് നൽകുന്നത് എന്നും വീടുകളിലേക്ക് ആവശ്യമുള്ളവർ സ്വന്തം ചെലവിൽ പൈപ്പ് സ്ഥാപിക്കേണ്ടി വരുമെന്നും അധികൃതർ പറഞ്ഞു. ഇടവേള. വാർത്തകളിലേക്ക്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് തൃശൂർ തെക്കേ ഗോപുരനടയിൽ സംഘടിപ്പിച്ച ചതുർദിന വിചാര സന്ധ്യ സമാപിച്ചു. ഭാരതീയ വിചാര കേന്ദ്രം ഉപാധ്യക്ഷൻ ഡോക്ടർ KJ പ്രസാദ്, കേരള ക്ഷേത്ര സംരക്ഷണ മാതൃസമിതി സംസ്ഥാന അധ്യക്ഷ പ്രൊഫസർ VT രമ, ഹിന്ദു ഹെൽപ്പ് ലൈൻ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് പ്രതീഷ് വിശ്വനാഥൻ എന്നിവർ സമാപന ദിവസമായ വെള്ളിയാഴ്ച വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ സമന്വയ സന്ദേശം നൽകി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് K രവീന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിവിധ ഇനങ്ങളിൽ സമ്മാനം നേടിയ അനഘ ദാമോദരനെ ചടങ്ങിൽ ആദരിച്ചു. അക്വാട്ടറ ഓട്ടോ LLPയുടെ KTM ഷോറൂം ദേശീയപാതയിൽ പാലക്കാട് കടാങ്കോടിൽ പ്രവർത്തനം ആരംഭിച്ചു. ഭീമ ജ്വല്ലറി ചെയർമാൻ B ലക്ഷ്മികാന്തൻ, ഡയറക്ടർ സീതാകാന്തൻ എന്നിവർ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അക്കോറ്ററ ഓട്ടോ LLP ഡയറക്ടർമാരായ മഞ്ജുനാഥ് ലക്ഷ്മികാന്തൻ, കേദാർനാഥ് ലക്ഷ്മികാന്തൻ, ഭരത് നല്ലൂരി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. KTM മോട്ടോഴ്സിന്റെ ഡ്യൂക്ക് 200, ഡ്യൂക്ക് 390, കാവാസാക്കി നിഞ്ച 300, നിഞ്ച 650 എന്നീ മോഡലുകളാണ് ഷോറൂമിലുള്ളത്. കരുത്തിലും സുരക്ഷയിലും മുൻപന്തിയിലുള്ള KTM ഡ്യൂക്ക് ബൈക്കുകൾ ഓഫ് റോഡ് ഡ്രൈവിനും യോജിച്ചവയാണെന്ന് KTM ഇന്ത്യയുടെ കേരള കർണാടക റീജിയണൽ മാനേജർ പ്രകാർ മുക്തിബോധ് പറഞ്ഞു. Separate category of off-road bikes in KTM. Currently, these are only street bikes which we have launched in India. Complaints are not there because we have launched our first model in February 2012, and this has been a 2 years journey already in India, and there are no as such complaints with the performance of the bike. These are the best performance machines available currently in India. Highest power to weight ratio, it has very less weight, so the handling is very much easy. So whether it's a little bad road in Kerala or whether there are a lot of twisties, this bike can do everything. റൈഡർമാർക്ക് ഏറ്റവും സുരക്ഷ നൽകുന്നതും കരുത്ത് നൽകുന്നതുമാണ് ഈ ബൈക്കുകളെന്ന് റൈഡറായ മഞ്ജുനാഥ് പറയുന്നു. It's a performance, pure performance ഒരു oriented machine ആണ്. Power to weight ratio best. A trellis frame എന്ന് പറഞ്ഞ ഒരു chassis design is also very unique for KTM. Plus I think they are the only ones who have ABS in that category. ABS is ഒരു safety feature, anti-lock brakes. So safety wise, agility wise and performance wise, KTM is the best in the among the competition. ABS എന്ന് പറഞ്ഞ ഫീച്ചർ ഈ ഒരു കാറ്റഗറി ബൈക്സിൽ ഈ കമ്പനിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ABS ഫീച്ചേഴ്സ്, ആന്റി ലോക്ക് ബ്രേക്സ് കാറിലൊക്കെ വരുന്നുണ്ട്, ഹൈ എൻഡ് കാർസിലൊക്കെ. സ്കിഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാ. ബ്രേക്കിൽ വീൽസ് ലോക്ക് ആകത്തില്ല. ഡ്യൂക്ക് 200-ന് 1,50,000 രൂപ മുതലും ഡ്യൂക്ക് 390-ക്ക് 2 ലക്ഷം രൂപ മുതലുമാണ് വില. എന്നാൽ കാവസാക്കി നിഞ്ച 300-ന് 3,75,000 രൂപ മുതലും നിഞ്ച 650-ക്ക് 5,50,000 രൂപ മുതലുമാണ് ഷോറൂം വിലകൾ. യുവാക്കൾ KTM ഡ്യൂക്ക് ബൈക്കുകളിൽ ഏറെ ആകൃഷ്ടരാണ്. സ്റ്റൈലിന് പുറമെ കരുത്തുറ്റ ഡ്രൈവിംഗും ABS ബ്രേക്ക് സിസ്റ്റവും ഇതിലുള്ള ഡ്രൈവിംഗിന് കൂടുതൽ സുരക്ഷ നൽകുന്നു. മഡ് റേസ്, ഹണ്ടിംഗ് തുടങ്ങിയവയ്ക്ക്
ഏറ്റവും അനുയോജ്യവുമാണ് ഇത്തരം ബൈക്കുകൾ. അതിനാൽ തന്നെ ആവശ്യക്കാർ ഏറെയുമാണ്. പാലക്കാട് ജില്ലയിലെ ഏക KTM ഷോറൂമാണ് കടാങ്കോടുള്ള അക്വാറ്ററ ഓട്ടോ LLP. തൃശൂർ സിറ്റി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പാട്രാക്കൽ ദേവമാതാ സ്കൂളിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ സ്റ്റുഡന്റ് പോലീസ് പദ്ധതി സംസ്ഥാന നോഡൽ ഓഫീസർ P. വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ജില്ലാ നോഡൽ ഓഫീസർ കൂടിയായ ACP മുഹമ്മദ് ആരിഫ് തുടങ്ങി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സമ്മർ ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പോലീസ് ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്നാരോപിച്ച് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആദിവാസി വിദ്യാർത്ഥിയെ CPM നേതാക്കൾ സന്ദർശിച്ചു. CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, MLA മാരായ K. രാധാകൃഷ്ണൻ, ബാബു M. പാലിശ്ശേരി എന്നിവരാണ് ആദിവാസി വിദ്യാർത്ഥിയെ കാണാനെത്തിയത്. പാലപ്പള്ളി ചീനിക്കുന്ന് കോളനിയിൽ എരങ്ങലത്ത് സിനീഷിനാണ് കഴിഞ്ഞ ദിവസം പോലീസ് മർദ്ദനമേറ്റത്. ചെയ്യാത്ത മോഷണക്കുറ്റം ചുമത്തി മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് പോലീസ് മർദ്ദിച്ചുവെന്നാണ് സിനീഷിന്റെ പരാതി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഫെഡറേഷൻ ഓഫ് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ CITU-വിന്റെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളികൾ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാഹന നികുതി വർദ്ധിപ്പിച്ച് 5 വർഷത്തെ നികുതി മുൻകൂറായി ഈടാക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കുക, ഇൻഷുറൻസ് പ്രീമിയം വർധന ഒഴിവാക്കുക, വാഹന തൊഴിലാളി ക്ഷേമനിധി ഫണ്ട് ദുരുപയോഗം ചെയ്യാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. CITU സംസ്ഥാന സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് KF ഡേവിസ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി KV ഹരിദാസ്, KV പീതാംബരൻ, MK ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേരള ഹോസ്പിറ്റൽ എംപ്ലോയീസ് സംഘ് ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. BMS സംസ്ഥാന സെക്രട്ടറി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. BMS ജില്ലാ പ്രസിഡന്റ് TC സേതുമാധവൻ അധ്യക്ഷനായിരുന്നു. AC കൃഷ്ണൻ, MK ഉണ്ണികൃഷ്ണൻ, RSS മഹാനഗർ സംഘ് ചാലക് G. മഹാദേവൻ, KR ദിവാകരൻ, സുമ, തങ്കം തുടങ്ങിയവർ സംസാരിച്ചു. ക്യാൻസർ രോഗബാധിതനായ 4ാം ക്ലാസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു. മണലൂർ പഞ്ചായത്തിൽ പാലാഴി പുത്തൻമാട് വെളുത്തെടുത്ത് പറമ്പിൽ വിനിൽകുമാറിന്റെ മകനായ 9 വയസ്സുകാരൻ നീരജാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ബ്ലഡ് ക്യാൻസർ രോഗബാധിതനായ നീരജ് മുംബൈയിൽ ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിർധന കുടുംബാംഗമായ നീരജിനെ സഹായിക്കാനായി നാട്ടുകാർ ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ഏകദേശം 10 ലക്ഷം രൂപ ചികിത്സയ്ക്കായി ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. നീരജ് ചികിത്സാ സഹായ സമിതി അക്കൌണ്ട് നമ്പർ 00300500009651 സൌത്ത് ഇന്ത്യൻ ബാങ്ക് കണ്ടശാങ്കടവ് ബ്രാഞ്ച് എന്ന വിലാസത്തിലാണ് സാമ്പത്തിക സഹായങ്ങൾ അയക്കേണ്ടത്. സുരക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ഈസ്റ്റ് ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഫിനാൻസ് ഡയറക്ടർ ജോൺ, ഡോക്ടർ ഹർഷ സ്പെൻസർ, MA ജോയ്, ഫ്രാൻസിസ് ശ്രീദേവി, അനു പീറ്റർ, KK ബിൻസി, ഫെസിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തൃശൂർ അശ്വിനി ആശുപത്രിയുടെ സേവനവും ഉണ്ടായിരുന്നു. ഈസ്റ്റ് സ്റ്റേഷൻ SI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും ക്യാമ്പിൽ പരിശോധന നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില നിരക്കുകളിലേക്ക്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 2835 രൂപ, വെള്ളി 10 ഗ്രാമിന് 470 രൂപ, തങ്കം ഗ്രാമിന് 3045 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ചേർപ്പ് കോടന്നൂരിൽ ഗുണ്ടാ കുടിപ്പകയെ തുടർന്ന് ആക്രമണം, വെട്ടേറ്റ് 2 പേർ മരിച്ചു, ഒരാൾക്ക് ഗുരുതരമായ പരിക്ക്. കോടന്നൂർ സ്വദേശികളായ അയ്യപ്പദാസ്, ഉണ്ട രാജേഷ് എന്നിവരാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണിക്കിണറിൽ നിന്ന് 29 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ തിരുവാഭരണങ്ങൾ കണ്ടെത്തി. 60 ഗ്രാം തൂക്കം വരുന്ന നാഗപട താലിയാണ് കണ്ടെത്തിയത്. ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള സാധനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ. തൃശൂർ പൂരത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. പൂരത്തിനോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗം നിർമ്മിക്കുന്ന പന്തലിന് കാൽനാട്ടി. പൂരത്തിന് മദ്യനിരോധനം ഏർപ്പെടുത്താൻ തീരുമാനം. അവയവദാന പ്രക്രിയകളുടെ സർക്കാർ തല നിയമങ്ങൾ ലഘൂകരിക്കാൻ ആവശ്യമായ നടപടികളെടുക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. വൃക്കദാനമാണ് ഏറ്റവും വലിയ സേവന കർമ്മമെന്നും മന്ത്രി.